അറിയല്ലേ അങ്ങനെ പിന്നെ വാക്ക് പറഞ്ഞാൽ നീ വേണ്ട കുടിക്കോ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി മാർക്കറ്റിലെ വീഡിയോ ആണ്. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. 17,000 രൂപ ചോദിക്കുന്ന മൂരിക്കുട്ടിയാണ് അവിടെ വിൽക്കുന്നത്. 17 രൂപ ചോദിക്കുകയാണ്. 50 കിലോ മീറ്റ് വരുമെന്നാണ് അവർ പറയുന്നത്. നല്ല വളർത്തുകുട്ടികൾ വന്നിട്ടുണ്ട്. പോത്തുകുട്ടി കണ്ടമാനം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു 75 പോത്തുകുട്ടി ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. ചെറിയൊരു 7,500 രൂപ മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്ന പോത്തുകുട്ടികൾ വന്നിട്ടുണ്ട്. പോത്തുകുട്ടികൾക്ക് അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട് ഇന്ന് ചന്തയിൽ. എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് ചന്ത. രാവിലെ 7 മണി മുതലാണ്. നല്ല പൈക്കുട്ടികളും മുരിക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഈ ഭാഗത്ത്. ചന്ത തുടങ്ങിയതേ ഉള്ളു. കന്നാലികളൊക്കെ അഴിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ ഓരോരുത്തർ. ചെറിയ ചെറിയ വണ്ടികളിൽ കപ്പിലൊക്കെ പശുക്കൾ, കറ പശുക്കളൊക്കെ വരുന്നുണ്ട്. തോട്ട് പോയിട്ട് നോക്കാം. നല്ല പോത്തുകൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം സൈസ് ഒരു 100 കിലോ ഒക്കെ വരുന്ന 100-120 കിലോ ഒക്കെ വരുന്ന പോത്ത് വന്നിട്ടുണ്ട്. നാടൻ പോത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന പോത്തുകളെല്ലാം വരവ് പോത്താണ്. ഇന്നലെ വൈകുന്നേരം ലോഡ് വന്ന കുട്ടികളാണ് നിൽക്കുന്നത്. അത്യാവശ്യം ഇറച്ചി ആവശ്യത്തിന് പോകുന്ന മീറ്റ് കയറിയ പോത്തുകളാണ്. വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ പോത്തുകൾ തന്നെയാണ്. വരവ് പോത്തുകളാണ്. കുട്ടികളും ഈ ഭാഗത്തുണ്ട്. നല്ല അത്യാവശ്യം വൃത്തിയുള്ള പോത്ത് കുട്ടികളും ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കൊമ്പും തലയൊക്കെ വൃത്തിയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഒരു 15 രൂപ 16 രൂപ റേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന കുട്ടികൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. നല്ല കുട്ടികൾ തന്നെയാണ്. സെലക്ട് ചെയ്തെടുത്താൽ മതി. അവർ ചോദിക്കുന്ന 20-23 രൂപയൊക്കെയാണ് ഓരോന്നിന് ചോദിക്കുന്നത്. കച്ചവടം നടക്കുന്നത് 15 രൂപ 16 രൂപ റേഞ്ചിലൊക്കെ തന്നെയാണ് കച്ചവടം നടക്കുന്നത്. വില കുറഞ്ഞ കുട്ടികളുമുണ്ട്, വില കൂടിയതുമുണ്ട്. ഇവിടെയും ഒരു 6-7 പോത്ത് കുട്ടികളെ കിട്ടിയിരിക്കുകയാണ്. ഇവിടെയും നിൽപ്പുണ്ട് കുട്ടികൾ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും ക്വാളിറ്റി കുറഞ്ഞ കുട്ടികളും ഉണ്ട്. പല സൈസിലുള്ള കുട്ടികളുമുണ്ട്. ഒരു എരുമയാണ്, നീലരവിയുടെ ഒരു ക്രോസ് വരുന്നത്. ഒരു 3000 രൂപ പറയുന്ന ഒരു പൈക്കുട്ടിയാണ് ഇപ്പോൾ കൊണ്ടുപോയത്. 3000 രൂപയ്ക്ക് വാങ്ങിയെന്ന് തോന്നുന്നു. 5 രൂപയാണ് ചോദിച്ചത്. ഇവിടെ കുടിപ്പോത്ത് ചെറിയ കുട്ടികളാണ്. ചെറുതിലെ കൊണ്ടുപോയി ഒന്ന് കേട് മാറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. 20 രൂപ മെയിന് ചോദിക്കുന്നുണ്ട്. 3 കൂടി 60 രൂപ ചോദിക്കുന്നുണ്ട്. 60 രൂപ ചോദിക്കുന്നുണ്ട്. നല്ലൊരു മൂരി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. മൂരിക്കുട്ടികളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പല റേറ്റിലുള്ള മൂരികളുണ്ട്. എരുമയും പോത്തും എല്ലാം ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. വരവ് പോത്താണ്. 1-2 നല്ല ലക്ഷണമൊത്ത കുടിപ്പോത്തുകൾ ഒരു 100-120 കിലോയൊക്കെ ഉള്ള ഒരു 2-3 പോത്തുകൾ ഇന്ന് വന്നിട്ടുണ്ട്. കുറവ് പശുക്കളാണ് വയ്ക്കുന്നത്. 45,000 50,000 ഒക്കെ പറയുന്ന പശുക്കളുണ്ട്. പല റേറ്റിനുമുള്ള പശുക്കൾ ഇന്ന് ചന്തയിലുണ്ട്. അതായത് ലാസ്റ്റ് 3000 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഒരാൾ 2000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് 2000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ് വലിയ പാളം നിൽപ്പുണ്ട്. 90,000 രണ്ടും കൂടി ചോദിക്കുന്നുണ്ട്. മീറ്റ് ആവശ്യത്തിനുള്ള കാളയാണ് അതൊക്കെ. ഇവിടെ നല്ല വളർത്താൻ പറ്റിയ ഇറച്ചി കയറി തുടങ്ങിയ പോത്തുകുട്ടികൾ നിൽപ്പുണ്ട്. മൂരിക്കുട്ടികൾ കൊണ്ട്
കറവ പശു എൻ്റെ കുട്ടിയും അവിടെ നിൽപ്പുണ്ട്. 35 രൂപ ചോദിക്കുന്നുണ്ട്. പോത്തും എരുമയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. വരവ് പോത്താണ്. തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയിലാണ് ഈ ചന്തയുള്ളത്. ശരിക്കും പറഞ്ഞാൽ NH പാരിപ്പള്ളിയിൽ നിന്നും പള്ളിക്ക് റൂട്ട് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. കാട്ടുപുശ്ശേരി ജംഗ്ഷനിലാണ് ഈ ചന്തയുള്ളത്. ഇവിടെ നല്ലൊരു കുടിപ്പോത്തുണ്ടായിരുന്നു. അതിന് 55 രൂപ ചോദിക്കുന്നുണ്ട്. ഇതിനെ വാങ്ങിയെന്ന് തോന്നുന്നു. നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ അതിനേതായി ഈ ഭാഗത്തുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം വീഡിയോയിൽ കണ്ടതാണ്. ഇവിടെ പോത്തുകുട്ടികളെ തൂക്കി കൊടുക്കാനുള്ള മെഷീനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ത്രാസ് ഇവിടെ ഇരിപ്പുണ്ട്. പോത്ത് എരുമയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. പശുക്കളും കൈക്കുട്ടികളുമാണ് ഈ ഭാഗത്ത്. വലിയ പോത്തുകളും ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കരവ് പോത്ത് ആന്ധ്രയിൽ നിന്ന് വന്നതാണ്. ഇന്നലെ വന്ന ലോഡാണ്. രാവിലെ പോത്തുകുട്ടികൾ മാത്രമായിട്ട് ഒരു ലോഡ് വന്നിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ കഴിയും. ഇഷ്ടംപോലെ ഒരു 70-75ഓളം പോത്തുകുട്ടികൾ വന്നിട്ടുണ്ട്. ചെറിയ പോത്തുകുട്ടികൾ ലോൺ ആവശ്യത്തിന് കൊടുക്കാൻ പറ്റിയ കുട്ടികൾ തന്നെയാണ്. നമ്മൾ നേനാമലയിൽ നിന്നൊക്കെ എടുക്കുന്ന ആ ടൈപ്പ് കുട്ടികളാണ്. കറവ പശുക്കളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. വന്ന പോത്തുകുട്ടികളെല്ലാം റെസ്റ്റ് എടുക്കുകയാണ്. ഇത് കച്ചവടം കഴിഞ്ഞ പശുക്കളാണ്. കറവുള്ള പശുക്കളാണ്. ലോഡ് ഇറക്കിയ വണ്ടി പോയിട്ടില്ല, ഇവിടെ കിടക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. പോത്തുകുട്ടികളെല്ലാം കിടക്കുകയാണ് ഷെഡിൽ. 7500-8000 രൂപ തൊട്ടൊക്കെ പോത്തുകുട്ടികളെ കിട്ടും. ഇതിൽ ചെറിയ കുട്ടികൾ കിടപ്പുണ്ട്. എന്നാൽ ഒരു 10 രൂപ 15 രൂപ അനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടും. അത്യാവശ്യം നല്ല കാൽപ്പൊക്കം ഇടനീളമുള്ള കൊമ്പന്തലയൊക്കെ വൃത്തിയുള്ള ഒരു 15 രൂപ 13 രൂപ റേഞ്ചിലൊക്കെ കിട്ടും. ഈ കിടക്കുന്നത് ചെറിയ കുട്ടികളാണ്. ഇതൊക്കെ ഒരു 7-8 രൂപ 9 രൂപ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കുന്ന കുട്ടികളാണ്. ആ ഒരു വണ്ടിയിൽ വന്ന് മൊത്തം ഈ സൈസ് കുട്ടികൾ തന്നെയാണ്. പല ടൈപ്പ് പോത്തുകുട്ടികളാണ് ഇവിടെ കിടക്കുന്നത്. പൈക്കുട്ടി, മുരിക്കുട്ടി എല്ലാം ഈ ഭാഗത്തുണ്ട്. പോത്തുകുട്ടിയെ കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ കച്ചവടം കഴിഞ്ഞ മുരിക്കുട്ടിയും പൈക്കുട്ടികളെയൊക്കെയാണ് കെട്ടിയിരിക്കുന്നത്. നമ്മൾ ഒരു സൈഡ് കറങ്ങി മറു സൈഡിൽ വരുമ്പോഴത്തേക്ക് അവിടെ കച്ചവടം കഴിയും. എല്ലാം ഇന്ന് വന്ന കുട്ടികളാണ്. പരം പോത്തുകുട്ടികൾ വന്നിട്ടുണ്ട്. നല്ല വളർത്ത പൈക്കുട്ടിയാണ് ഇരിക്കുന്നത്. നല്ല 2 പൈക്കുട്ടികൾ തന്നെയാണ്. നല്ലൊരു HFൻ്റെ ഒരു മൂരിക്കുട്ടിയാണ് ഈ കിടക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച് പൈക്കുട്ടിയായിരിക്കും എന്ന്. പൈക്കുട്ടിയായിരുന്നു ഞാൻ പേടിച്ചനായിരുന്നു. നല്ല വൃത്തിയുള്ള നല്ല ചുണ്ടൊക്കെ നല്ല വെളുപ്പുണ്ട്. കൈയും കാലുമൊക്കെ നല്ല വെളുപ്പാണ്. നഖക്കെട്ട് വരെ വെളുപ്പാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള HFൻ്റെ കുട്ടിയാണ്. പക്ഷേ മുരിക്കുട്ടിയായിപ്പോയി. ഒരിക്കൽ നമുക്ക് നൈനാമലയിൽ നിന്ന് അങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയായിരുന്നു. നമ്മൾ പെരുമ്പാവൂരുള്ളൊരു സബ്സ്ക്രൈബറിനാണ് കൊടുത്തത്. അത് ഒറിജിനൽ കുട്ടിയായിരുന്നു. എല്ലാം ഇന്ന് വന്ന രാവിലെ ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ ആയുള്ളൂ ലോഡ് ഇറങ്ങിയിട്ട്. അതിൻ്റെ ക്ഷീണത്തിൽ കിടക്കുകയാണ്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ കച്ചിയും വെള്ളമൊക്കെ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. വന്നതിൻ്റെ ക്ഷീണം 2 ദിവസം വണ്ടിയിൽ നിന്ന് വന്നതിൻ്റെ ക്ഷീണത്തിലാണ് എല്ലാം കിടക്കുന്നത്. ഇവിടെയുണ്ട് കുട്ടികൾ.
പല ടൈപ്പ് കുട്ടികളും ഉണ്ട്. എന്തായാലും വരിക, വാങ്ങുക. മോരിക്കുട്ടിയാണ് നിൽക്കുന്നത്, കച്ചവടം കഴിഞ്ഞ മോരിക്കുട്ടി. പശുക്കളുണ്ട്, കറവ പശുക്കളുമുണ്ട്. ഇതാണ് കുടിപ്പോത്ത്. ഇന്ന് വന്നതിൽ നല്ല ഇത്തിരി വൃത്തിയുള്ള കുട്ടിയാണ്. 55 രൂപ ചോദിക്കുന്നുണ്ട്. ഒരു 120 കിലോ ഇറച്ചി വരും എൻ്റെ ഒരു ഉദ്ദേശത്തിൽ. 120 കിലോ വരും എന്തായാലും. 55 രൂപ ചോദിക്കുന്നുണ്ട്. 35-36 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അതിൽ മേലോട്ട് ആരും പറയുന്നില്ല. ഈ കുട്ടികൾ ഇതുവരെയായിട്ട് കച്ചവടമായിട്ടില്ല. 12 രൂപ മേനി വെച്ച് പറഞ്ഞു, അവർ കൊടുത്തിട്ടില്ല. തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ മൂക്ക് കുത്തിയ പോത്തുകുട്ടിയാണ്. പക്ഷേ ഒരു 10 mm ഇട്ട് കുത്തിക്കളഞ്ഞ് ചെറിയ കുട്ടികളെ. 8 mm കയറിട്ട് വേണം മൂക്ക് കുത്തേണ്ടത് ഈ ചെറിയ കുട്ടികളെയൊക്കെ. അവർ 10 mm ഇട്ട് കുത്തിയിരിക്കുന്നതിന് ശ്വാസം വിടാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊന്നും ഇതുവരെയായിട്ട് വിറ്റ് പോയിട്ടില്ല. ഇവിടെ നിൽപ്പുണ്ട് എല്ലാം. ചെറിയ ഇതിൽ കച്ചവടം നടക്കാതെ നിൽക്കുന്നതാണ്. അതൊക്കെ ഇനിയും വിറ്റ് പോയിക്കോളും. ചന്ത തുടങ്ങിയപ്പോൾ 1 മണിക്കൂർ ആവുന്നതേ ഉള്ളൂ. നല്ലൊരു പോത്തുകുട്ടി അവിടെ ഇരിപ്പുണ്ട്. ഏകദേശം ഒരു 70-80 കിലോ മീറ്റ് വരുന്ന പോത്തുകുട്ടി. വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ ഒരു പോത്ത് തന്നെയാണ്. 40 രൂപ ചോദിച്ചു, 26 തുടങ്ങി 30 രൂപയിൽ ഏകദേശം അത് കച്ചവടം ഉറച്ച മട്ടാണ്. 100 കിലോയ്ക്ക് അടുത്ത് വരും. ഒരു 90 കിലോ എന്തായാലും വരുമെന്നാണ് അവർ പറയുന്നത്. വെട്ടുകാരാണ് വാങ്ങിയത്. 30 രൂപയ്ക്ക് കച്ചവടം ഉറച്ചിരിക്കുകയാണ് ഈ പോത്ത്. 30 രൂപയ്ക്ക്. ഇവിടെ ഒരു പോത്തിനെ ഒരു കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ഒരു മൂക്ക് കുത്തുന്ന ആളിനെ കൊണ്ടുപോയി ഇന്നലെ നമ്മളെ ഫാമിൽ കച്ചവടമായ പോത്തിന് മൂക്ക് കുത്തി അവർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ മൂക്ക് കുത്തുന്ന ആളിനെയും കൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. ഇവിടെ ഒരു പോത്തിന് ഏകദേശം കച്ചവടം ഉറച്ച മട്ടാണ്. ഇതെന്തായാലും 30 രൂപയ്ക്ക് കച്ചവടമായിട്ടുണ്ട്. 2 മാസത്തോടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല സൈസാവും പോത്ത്. നല്ല പുല്ലും വെള്ളമൊക്കെ കുടിച്ച് ഉണ്ണാകെ കഴിച്ച് വരുമ്പോൾ കയറി വരും. ഇവിടെ ഒരു പോത്തിൻ്റെ വില പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. ചിലപ്പോൾ അത് 25 രൂപയ്ക്ക് മറിയാൻ ചാൻസ് ഉണ്ട്. 26 രൂപ വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് 25 രൂപയ്ക്ക് മരിക്കും. 24 രൂപയായി. ഓക്കെ, 25 രൂപയ്ക്ക് ഈ പോത്തുകുട്ടി കച്ചവടം ആയിരിക്കുകയാണ്. 25. അത്യാവശ്യം നല്ല ഇടനീള ഹൈറ്റുള്ള ഒരു 10-65 കിലോ മീറ്റ് വരുന്ന പോത്തുകുട്ടിയാണ്. ഇതിന് 42,500 ചോദിക്കുന്നുണ്ട്. ഈ ഒരു പോത്തിന് 42,500 ചോദിക്കുന്നുണ്ട്. 32 പറഞ്ഞു, 33 പറഞ്ഞിട്ടുണ്ട്. കച്ചവടം മറ്റേ വലിയ പോത്തിൻ്റെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 38 പറഞ്ഞ് 40 ആണെങ്കിൽ ലാസ്റ്റ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇതിന് കച്ചവടക്കാർ തന്നെയാണ് വാങ്ങുന്നത്. ഓക്കെ, അത് 40 രൂപയ്ക്ക് കച്ചവടമായിരിക്കുകയാണ്. 40,000 രൂപയ്ക്ക് കച്ചവടമായി. അതിനതാ ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അതിന് വേറൊരാൾ നോട്ടായിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അവർ കൊടുക്കും. 40 രൂപയ്ക്ക് അവർ മേടിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ
അവർ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.